ഓ, ആഖിയുടെ ടെൻഷൻ കണ്ടില്ലേ? ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഡോക്ടർ ശ്യാമെ പരിശോധിക്കട്ടെ. അത് കഴിഞ്ഞ് ഡോക്ടർ ഒന്ന് പുറത്തു വന്നോട്ടെ. ഡോക്ടർ പറയുന്ന വാർത്ത കേട്ട് ആഖി തകരും. ഡോക്ടർ, പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്താ സംഭവിച്ചേ? ശ്യാമ സ്റ്റുഡിയോയില് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യായിരുന്നു. പെട്ടെന്ന് അസുഖം തോന്നി. ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. ഇടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ്, അതും പോയിസൺ ആവാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഫുഡ്, ഷവർമയോ മറ്റോ കഴിച്ചോ? ഇല്ല ഡോക്ടർ. പേഷ്യന്റ് ഫുഡ് പോയിസന്റെ ചില സിൻഡ്രംസ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല ഡോക്ടർ, അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഡോക്ടർ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നും പറയാറായിട്ടില്ല, നോക്കാം. നോക്കാനൊന്നുമില്ല. ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്തായാലും പോകും. പിന്നെ ശ്യാമയുടെ കാര്യം, ആയുസിന് ബലം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, അത്ര തന്നെ. പാവം തളർന്നിരിക്കുന്നത് കണ്ടില്ലേ? അനുഭവിക്ക്. ശ്യാമയ്ക്കൊപ്പം ചേർന്ന് നീയും എന്നെ ഒരുപാട് വിഷമിപ്പിച്ചതാ. ഇനി എന്തായാലും ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെയും കാര്യം തീരുമാനമായി. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് മുങ്ങുന്നതാ ബുദ്ധി. പറയടാ.